സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആപ്തവാക്യം ഉൾക്കൊള്ളിക്കൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് ശക്തി കാസർഗോഡ് UAE. കാസർഗോഡ് ജില്ലയിലെ പ്രവാസികളായ തീയ സമുദായ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ശക്തി കാസർഗോഡ്. ഇതിലെ മെമ്പർമാരുടെ ക്ഷേമൈശ്വര്യവും അതുപോലെ തന്നെ ജീവകാരുണ്യം, പിന്നെ സാമൂഹിക സാംസ്കാരിക തലത്തിലെ പ്രവർത്തനമാണ് ശക്തി കാസർഗോഡ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങൾ കൂടാതെ കാസർഗോഡ് ജില്ലയിലെ നാനാ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്നത്, മാരകമായ അസുഖം കൊണ്ടും അസുഖത്തിനു വേണ്ടി സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർക്ക് ശക്തി കാസർഗോഡ് ഒരുപാട് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2005 നവംബർ അവസാനത്ത് കൂടിയാണ് നമ്മൾ ഈ ശക്തി കാസർഗോഡ് എന്ന ഈ സംഘടന രൂപീകരിച്ചത്. ഏകദേശം 18-19 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മേഖല ജീവകാരുണ്യ പ്രവർത്തനം കുറച്ച് വിപുലമായി ചെയ്യണമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഒരു സ്നേഹവീട് എന്ന പദ്ധതി പ്രകാരം ഇന്ന് ഈ പൂച്ചക്കാട് പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ ഒരു വീടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആദ്യത്തെ വീട് ഞങ്ങൾ നീലീശ്വരം മൈച്ചയിൽ കൊടുക്കുകയുണ്ടായി. ഈ രണ്ടാമത്തെ വീട് നമ്മുടെ പൂച്ചക്കാടുള്ള ചിത്ര പി എന്ന കുടുംബത്തിനാണ് കൊടുക്കുന്നത്, നിർദ്ധനായ കുടുംബങ്ങൾക്ക്. ഈ വീട് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് ഇത് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലപരിധി, കാസർഗോഡ് ജില്ലയിലെ എല്ലാ അമ്പലപരിധിയുടെ കീഴിൽ നമ്മൾ ഈ അപേക്ഷകൾ അയച്ചിട്ട് അവിടെ നിന്ന് അവർ അയച്ചു തന്ന അപേക്ഷ പ്രകാരം ഏകദേശം 10-36 അപേക്ഷകൾ നമ്മൾക്ക് കിട്ടുകയുണ്ടായി. അതിൽ നിന്നെല്ലാം വളരെയധികം സൂക്ഷ്മാവലോകനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ക്രോഡീകരിച്ച് 11 വീടുകൾ നമ്മൾ കണ്ടെത്തി എല്ലാ പ്രദേശത്തും ഞങ്ങൾ പോയി ആ വീട് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ കണ്ടതിൽ വെച്ച് എന്ന് വെച്ചാൽ എല്ലാ വീടുകളും ഈ വീടിന് അർഹരായവരാണ്. പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു വീടിന് മാത്രമേ നമ്മൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും കൂടി ഒരു അർഹമായ ഒരു വീട് എന്ന നിലയിലാണ് പൂച്ചക്കാട്ട് നമ്മുടെ ചിത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശക്തി കാസർഗോഡ് ഈ രണ്ടാമത്തെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന് എല്ലാവരോടും എന്താ പറയുക, ഈശ്വരനോടും ദേവിയോടും എല്ലാവരോടും നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഇനിയും മേലിലും ഞങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു കഴിവ് ഇത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. UAE പ്രവർത്തിക്കുന്ന ശക്തി കാസർഗോഡ് എന്ന സംഘടന തീയ സമുദായത്തിൻ്റെ സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ വിസ്തീരിച്ച പോലെ അസുഖം വന്നവർക്കും മറ്റ് നിർദ്ധനായ കുടുംബങ്ങൾക്കും സ്വാന്തന സ്പർശം നൽകാൻ എപ്പോഴും ശക്തി കൂടെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൈച്ചയിൽ ഒരു 3-4 വർഷം മുമ്പ് ഒരു ഭവനം പൂർത്തീകരിച്ച് അതിൻ്റെ ഉടമക്ക് അതിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റ് അസുഖങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ആ കാലഘട്ടത്തിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദീപ നഴ്സിംഗ് ഹോമിൽ ഡയാലിസിസ് സെൻ്റർ തുടങ്ങുകയുണ്ടായി. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ശക്തി എന്ന സംഘടന ഇപ്രാവശ്യം നമ്മൾ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ പൂച്ചക്കാട് പ്രാദേശിക സമിതിയിൽപ്പെടുന്ന പി ചിത്ര എന്ന് പറഞ്ഞ നിർദ്ധനായ കുടുംബത്തിനാണ് വീട് വെച്ച് നൽകുന്നത്. അതിന് എല്ലാവിധ സന്തോഷം ഞങ്ങൾക്ക് എല്ലാ പ്രാദേശിക സമിതിയോടൊപ്പം ഭരണസമിതിക്കും ക്ഷേത്രസ്ഥാനികന്മാരെന്ന നിലയിലും വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ശക്തി എന്ന സംഘടനയ്ക്കാവട്ടെ, അതിലെ ഓരോ പ്രവർത്തകന്മാർക്കും സർവ്വ ഈശ്വരങ്ങളും അനുഗ്രഹം ഉണ്ടാകുന്നത് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.